സംസാരിച്ചു പറഞ്ഞു ഇന്നോ നാളെ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. മുഖ്യമന്ത്രി ശുഭാപ്തി വിശ്വാസിയാണ്. ഉമ്മൻ വ്യോമനെ ചർച്ചയ്ക്കായി കേന്ദ്രം നേരത്തെ തന്നെ വിളിച്ചിരുന്നു. ഇന്ന് വീരപ്പമൊഴിയുമായി കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്മേൽ നടത്തിയ ചർച്ചകളെ കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഇന്നോ നാളെയോ ഇക്കാര്യത്തിൽ കേരളത്തിന് അനുകൂലമായ തീരുമാനം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് മുഖ്യമന്ത്രി പ്രകടിപ്പിച്ചത്. തീരുമാനത്തിനെ കാത്തിരിക്കുകയാണ് എന്നും പ്രശ്നം പരിഹരിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് മുഖ്യമന്ത്രി പ്രധാനമായിട്ട് ആവശ്യപ്പെട്ടത്. ആളുകളുടെ പ്രയാസമായിട്ടുള്ളത് ESA എന്ന് പറയുന്ന വില്ലേജിൽ അവർക്ക് താമസിക്കേണ്ട എന്നുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞത് ആളുകളുടെ ജനവാസ സ്ഥലങ്ങൾ റെസിഡൻഷ്യൽ ഏരിയയും പിന്നെ കൃഷി സ്ഥലവും തോട്ടങ്ങളും ESAയുടെ പരിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പറഞ്ഞ് നോട്ടിഫിക്കേഷൻ ഇറക്കണമെന്ന് ആവശ്യപ്പെട്ടു. അത് അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അഡ്രസ്സ് ചെയ്യുമെന്ന് അദ്ദേഹം ഉറപ്പ് തരികയും ചെയ്തിട്ടുണ്ട് സെക്രട്ടറി. ഞങ്ങൾ 2 ദിവസത്തിനകം വേണമെന്നാണ് പറഞ്ഞത്. ഇന്നോ നാളെ അവർ ഡെപ്യൂട്ടി മിനിസ്റ്ററിയാണല്ലോ 2 ദിവസത്തിനകം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. ഓൾറെഡി മിനിസ്റ്റർ ഒരു ഉറപ്പ് കേരളത്തിലെ CM-ന് കൊടുത്തിട്ടുണ്ട്. അതെ, കേരളത്തിന് ഗുണകരമാകുന്ന തീരുമാനങ്ങൾ അത് തന്നെയാണ് സെക്രട്ടറി. അത് തന്നെയാണ് ആ ലെവലിലായിരുന്നു അവരുടെ കേരളത്തിൽ ബഫർ സോൺ അങ്ങനെ ഒരു കാര്യമില്ല. ബഫർ സോൺ നേരത്തെ അതും ഒരു തെറ്റിദ്ധാരണയുടെ ഫലമാണെന്ന് അവർ പറഞ്ഞത്. ബഫർ സോൺ എന്നൊരു കാര്യമില്ല. 10 കിലോമീറ്റർ ബഫർ സോൺ എന്നൊക്കെ നേരത്തെ പറഞ്ഞില്ലേ. അങ്ങനൊരു കൺസെപ്റ്റേ ഇല്ല. ബഫർ സോണിന്റെ കൺസെപ്റ്റ് ഇല്ല.